നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഗൈഡൻസ് മെസ്സേജസ് ആണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് വരാൻ വേണ്ടി പോകുന്നതെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. സെവൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. നിങ്ങളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർമിക് സിറ്റുവേഷനിലൂടെ ആണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഇപ്പോൾ സക്സസ് ആവുന്നില്ല. നിങ്ങൾ എന്തൊക്കെ പരിശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നു. നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റിനും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും അതൊരു പ്രശ്നമായി മാറുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങൾക്ക് ചുറ്റിനുള്ളവരെ എപ്പോഴും നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്ന, നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളിപ്പം കടന്നു പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ എത്ര സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ, എത്ര ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അത്രയും ഒരു അൺകണ്ടീഷണൽ ആയിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലുള്ള ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സിറ്റുവേഷനും നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു സന്നദ്ധമായിട്ടുള്ള നിങ്ങളുടെ മനസ്സ്, അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അതുപോലുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ എത്രമാത്രം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അതുപോലെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങളെ ബ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വരും എന്നാണ് കാണിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാനിപ്പം മരിച്ചു ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്, എനിക്കിപ്പം മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ ചെയ്യുന്നതിലൊക്കെ എന്താ പറയാ അത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഒരു മരിച്ച അവസ്ഥയിൽ, നിങ്ങളുടെ മനസ്സ് ചത്ത അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് ചിന്തയിൽ നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു റീബർത്ത് ഉണ്ടാവും. നിങ്ങൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരു റീബർത്ത് ഉണ്ടാവും, ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ എന്നാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങളിപ്പം ചിന്തിച്ചൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ വളരെയധികം പ്ലാൻ ചെയ്തൊരു ഡിസിഷൻ എടുക്കേണ്ട സമയമാണ്. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്തൊരു തീരുമാനം മാത്രമല്ല, അതിന്റെ പുറത്തൊരു ആക്ഷനും കൂടി എടുക്കണം. അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുക മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ അതിനൊരു ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങളെ മനസ്സിലുണ്ട്. പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അതിന്റെ പുറത്ത് വേറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, സെവൻ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്, എന്താണ് ചെയ്യേണ്ടത്, ഏത് തെരഞ്ഞെടുക്കും, ഏത് വഴിയിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലാണ് നിങ്ങൾ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ കൺഫ്യൂസ്ഡ് ആവാതെ നിങ്ങൾക്ക് എന്താണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് പോവേണ്ടത്, എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അങ്ങനെ നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് കംഫർട്ട് ആവുന്ന, നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഒരു വഴിയിലൂടെയാണ് നിങ്ങൾ ഇപ്പൊ സഞ്ചരിക്കേണ്ടത് എന്നാണ് കാണിക്കുന്നത്.
10 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അങ്ങനെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ടൊരു പരാജയമാവും എന്നുള്ള രീതിയിൽ പേടിക്കാതെ എന്റെ ലൈഫിൽ എനിക്കൊരു സക്സസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, ഞാൻ ആഗ്രഹിച്ച എനിക്ക് സന്തോഷം തരുന്ന ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കരിയറിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. ഒരു സമൃദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സമൃദ്ധിയോടും സന്തോഷത്തോടും കൂടിയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. 3 ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള പെയിനുകൾ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ട്രോമകൾ, അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു ട്രോമകളൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അത് നിങ്ങൾ ഹീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഉറച്ച ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് എന്താണ് തീരുമാനിക്കേണ്ടത്, ഞാൻ അത് ചെയ്താൽ ശരിയാവോ ഇത് ചെയ്താൽ ശരിയാവോ എന്നുള്ള കൺഫ്യൂഷൻസ് നിങ്ങളെ ഭയങ്കരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ട്രോമാസിൽ നിന്ന് നിങ്ങൾ ഹീൽഡ് ആയിട്ട് പുറത്തു വരാം. കിങ് ഓഫ് സോർട്സ് എനർജിയാണ്. നിങ്ങൾ അമിതമായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ അല്ല ഇത് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവുക, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളോട് നീ അത് ചെയ്താൽ ശരിയാവില്ല കേട്ടോ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെയായിരിക്കും, അത് ചെയ്താൽ ഫെയിലിയർ ആയിരിക്കും, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ അവർ പറയുന്നത് കേൾക്കാതെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതിനനുസരിച്ച് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദ വേൾഡ് കാർഡാണ്. സക്സസ് ആണ് മുന്നോട്ടുണ്ടാവുന്നത്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഒരു പ്രശ്നമായിട്ട് കാണുന്നുള്ളൂ. കാരണം നിങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ അനുസരിച്ച് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സും സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. അവിടെ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരോടും പറഞ്ഞു നടക്കാതെ അത് നിങ്ങൾ തന്നെ ഒതുക്കി നിങ്ങൾ രഹസ്യമായി അത് പ്ലാൻ ചെയ്ത് അത് വർക്കൗട്ട് ആക്കി എടുക്കുക. ആ സമയത്ത് രഹസ്യമായി നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ടാവും, യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ മുന്നോട്ടുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റൊരാളുടെ ഒരു സപ്പോർട്ട് കൂടിയേ തീരൂ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഹീൽ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഓവർ തിങ്ക് ചെയ്യുന്നതിൽ നിന്നൊക്കെ മാറ്റി നിർത്തണം. അങ്ങനെ നിങ്ങൾക്കൊരു മറ്റൊരു പേഴ്സന്റെ സപ്പോർട്ട് വേണ്ട സിറ്റുവേഷനിൽ നിങ്ങൾ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്ന് കാണിക്കുന്നുണ്ട്. സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ മുമ്പോട്ടുണ്ടാവുന്നതായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. ഫെബ്രുവരി, ഏപ്രിൽ 1999, 1989, ലെറ്റർ ഡി, ലെറ്റർ എഫ്, സെപ്റ്റംബർ, മെയ് 1991, ഉത്രാടം, ലെറ്റർ യു, പൂരുട്ടാതി 1988. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.